ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMthing. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റ് ആയ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്ന പാഠഭാഗത്തിലെ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ഡിഫറൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് സംസ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ ചോദ്യം നോക്കിക്കേ. 12 ഗുണം 64 12 ഇൻറ്റു 64 നമുക്ക് എങ്ങനെ എഴുതി ചെയ്യാം? 10 + 2 ഇൻറ്റു 60 + 4. ഇത് നമുക്ക് ചെയ്യേണ്ട രീതിയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ പ്ലസിന് പകരം നമ്മൾ മൈനസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം മറ്റൊരു എക്സാമ്പിൾ ഇവിടെ നോക്കിക്കോ. 18 ഇൻറ്റു 5. നമ്മൾ ഇതെങ്ങനെയാ പഠിച്ചത്? 10 + 8 ഇൻറ്റു 5. ഇത് സംസ് രണ്ടെണ്ണം, ഇത് ഒരെണ്ണമായിട്ട്. പിന്നെ വേറൊരു എക്സാമ്പിൾ നോക്കിക്കേ. 23 ഇൻറ്റു 42. ഇതിനെങ്ങനെ എഴുതി ചെയ്യാം? 20 + 3 ഇൻറ്റു 40 + 2. ഇതാണ്ട് രണ്ട് സംഖ്യകളുടെ സംസിന്റെ പ്രോഡക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇതിന് നമ്മളൊരു ഐഡന്റിറ്റി പഠിച്ചു. എക്സും വൈയും യുവും വി എടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിഫറൻസ് ആണ്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് അത് പഠിക്കാം. 18 ഇൻറ്റു 26. അപ്പം 18 ഈസ് നിയർ ടു 20 അല്ലേ? അതുകൊണ്ട് നമുക്ക് 18 നമുക്ക് എങ്ങനെ എഴുതാം? 20 - 2 എന്ന് എഴുതാം അല്ലേ? 26 നിയർ ടു 30. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 30 - 4 എന്ന് എഴുതാം. ഇത് നമുക്ക് മറ്റേ രീതിയിൽ പോലെ തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും? 20 ഇൻറ്റു 30. 20 ഇൻറ്റു 30. ഇവിടെ നോക്കിക്കേ, അടുത്ത 20 ഇൻറ്റു ഇവിടെ പ്ലസ് മൈനസ് ആണ്, അതായത് മൈനസ് സൈൻ ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് അത് തന്നെ എടുക്കണം. പ്ലസ് 20 ഇൻറ്റു -4 പ്ലസ് ഇവിടെ -2 എന്ന് പറഞ്ഞാൽ പ്ലസ് -2 എന്നാണ്. അപ്പം -2 ഇൻറ്റു 30 പ്ലസ് അടുത്ത എന്താണ്? -2 ഇൻറ്റു -4. അതുകൊണ്ട് രണ്ട് മൈനസ്. -2 ഇൻറ്റു -4 ഈക്വൽസ് 600. ഇവിടെ പ്ലസ് ഇൻറ്റു മൈനസ് ഈസ് മൈനസ് 80. മൈനസ് ഇൻറ്റു പ്ലസ് ഈസ് ദാറ്റ് ഓൾസോ -60. മൈനസ് മൈനസ് പ്ലസ് 4 to 8. ഇവിടെ ഓക്കെ. 600 - 80 - 60 + 8. 600 - 80 വരുമ്പോൾ നമുക്ക് എന്താ കിട്ടും? 600 - 80 വരുമ്പം 520. 520 - 60 + 8. 520 - 60 എത്ര വരിക? 4 എത്രയാണ്? 460. 460 + 8. അപ്പൊ 468 എന്ന് കിട്ടി. ഈ രീതിയിലാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് ഒക്കെ. ഓക്കെ, ഇങ്ങോട്ട് എഴുതാം. ഈക്വൽസ് 460 + 8 468. എക്സും വൈയും യുവും വി ഒക്കെ കൊടുത്ത് നമുക്ക് ഇതുപോലുള്ള പ്രോബ്ലംസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഇതില് സൈൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇറ്റ്സ് എ ഇമ്പോർട്ടന്റ് ഫാക്ടർ. Signs you have to correctly put the signs. Okay, plus into plus. If both are positive, you will get positive as product. If both are negative, you will get the product positive. If one positive and one negative comes, product equals negative. അത് ഞാൻ ഇപ്പൊ ഇവിടെ കാണിച്ചു തരാം. എന്താണ് പ്ലസ് ഇൻറ്റു പ്ലസ്? എന്താണ്? പ്ലസ് തന്നെ ആയിരിക്കും. If both are positive, product is positive. If both are negative,
product equals positive. One positive and one negative comes negative. തിരിച്ചായാലും അങ്ങനെ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഓൾസോ നെഗറ്റീവ്. അപ്പം നമുക്ക് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, രണ്ടും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ്, പിന്നെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പോസിറ്റീവിന് പകരം നെഗറ്റീവ് ഇടുകയും നെഗറ്റീവിന് പകരം പോസിറ്റീവ് ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവം? നമ്മുടെ ആൻസർ തന്നെ മാറിപ്പോകും. ഓക്കെ, ഇവിടെ വേറൊരു എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ. 26 into 70. 26 near to 30. 30 minus 4 into 17 നമുക്ക് എന്താ എഴുതാം? നിയർ ടു 20. 20 minus. ഇപ്പൊ 25 plus 1 ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നിയർ ടു എന്താണ് 0 വരുന്ന നമ്പേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം കുറച്ചുകൂടി സിംപ്ലിഫിക്കേഷൻ ഈസി ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? 30 into 20 plus എന്താണ് മൈനസ് പ്ലസ് 30 into minus 3. 30 into minus 3 plus minus 4 into 20 plus minus 4 into minus 3 equals 600. ഇവിടെ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 90, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 80, മൈനസ് മൈനസ് പ്ലസ് 12 ഈക്വൽസ്. ഇവിടെ നോക്കിക്കേ, 600 നിന്ന് 90 കുറയ്ക്കുക, ആദ്യം നിന്ന് വീണ്ടും 80 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു നെഗറ്റീവ് സൈൻ പുറത്തെടുത്തോണ്ട് ഇത് രണ്ടും കൂട്ടിയിട്ട് കുറച്ചാൽ പോരെ? 2 പ്രാവശ്യം കുറക്കുന്നതിന് പകരം ഇത് കൂട്ടിയിട്ട് ഒരുമിച്ചങ്ങ് കുറയ്ക്കുക. ദാറ്റ് വി ക്യാൻ റൈറ്റ് ആസ് 600 minus 90 plus 8. മനസ്സിലായോ? 2 നെഗറ്റീവ് ആയതുകൊണ്ട് 2 പ്രാവശ്യം കുറയ്ക്കുന്നതിന് പകരം അത് കൂട്ടിയിട്ട് ഒറ്റ പ്രാവശ്യമായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പ്ലസ് 12. അപ്പം 600 മൈനസ് ഇത് എത്ര വരും? 170 പ്ലസ് 12. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാ പോസിറ്റീവ്, ഇത് രണ്ടും പോസിറ്റീവ്, അതങ്ങ് ആഡ് ചെയ്തിട്ട് ഇതങ്ങ് കുറച്ചാൽ മതി. 612 മൈനസ് 170 എന്ന് കിട്ടും. അപ്പൊ എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്? 442. 442 is the answer. ഇനി നമുക്കിത് എക്സും വൈയും യുവും വി ഒക്കെ ഉപയോഗിച്ച് എഴുതിയാലോ? എക്സ് ഇത് വൈ, ഇത് യു, ഇത് വി. അങ്ങനെ എഴുതിയാൽ നമുക്ക് എന്തായിരിക്കും നമ്മുടെ റിസൾട്ട്? ഫോർ പോസിറ്റീവ് നമ്പേഴ്സ് x minus y into u minus v equals x minus y into u minus v equals എന്താണ്? xu മൈനസ് രണ്ടാമത്തെ മൂന്നാമത്തെ ടേം നെഗറ്റീവാ അല്ലേ? അപ്പം ഡയറക്റ്റ് ആയിട്ട് മൈനസ് ഇടാം. xu പിന്നെ എന്താണ്? xv മൈനസ് yu, അവസാനത്തത് പ്ലസ് ആയിരിക്കും, y into v yv. എന്താണ്? xu മൈനസ് xv മൈനസ് yu പ്ലസ് yv. ഇതാണ് നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേ നമ്മൾ പോസിറ്റീവ് ആയിരുന്നു, ഇത് നെഗറ്റീവ്. നെഗറ്റീവ് 2 നമ്പറിന്റെ നെഗറ്റീവിന്റെ പ്രോഡക്റ്റ്, മൈനസിന്റെ പ്രോഡക്റ്റ്, സബ്ട്രാക്ഷന്റെ പ്രോഡക്റ്റ്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ ചെയ്യാം. 31 into 51 ഇങ്ങനെയാണ് നമ്മൾ ചെയ്തതാണ് അല്ലേ? എന്താണ്? 30 plus 1 into 50 plus 1. അതായത് ഇത് എക്സ് ഇത് വൈ എന്ന് കൊടുത്താൽ നമ്മുടെ ഐഡന്റിറ്റി എന്തായിരിക്കും? എക്സ് പ്ലസ് 1 into വൈ പ്ലസ് 1 നമ്മൾ പഠിച്ചതാണ്. എന്തായിരിക്കും? എക്സ് വൈ പ്ലസ് 1 into x, x plus 1 into y, y plus 1. ഈ ഐഡന്റിറ്റി നമ്മൾ പഠിച്ചതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈനസിന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അതിന് നമ്മളൊരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. 29 into 49. 29 into 49. 29 എന്ന് പറയുന്നത് 30യെ കാട്ടി
ഒന്ന് കുറവ്. അപ്പൊ 30 മൈനസ് 1 കണ്ടോ, 49 എന്ന് പറഞ്ഞാൽ 50യെ കാട്ടി ഒന്ന് കുറവ്, 50 മൈനസ്. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി ഇതുപോലെ തന്നെ ആയിരിക്കും. നമ്മൾ ആദ്യം ഈ സം ചെയ്യാം. 30 into 50 മൈനസ് 1 into 50. 30 into 50, 30 into minus 1. 1 into 50 എന്ന് എഴുതിയാലും മതി. 1 into 30 minus 1 into 30 minus 1 into 50 plus minus 1 into minus 1 equals 1500 minus 30 plus into minus minus 50 minus minus plus 1. 1500 minus രണ്ടുകൂടെ ആഡ് ചെയ്തിട്ട് എഴുതാം, പ്ലസ് 1. എത്രയായിട്ട് 1500 minus 80 plus 1, 1421. 1421 ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി എന്തായിട്ട് വരും? എക്സ് മൈനസ് 1 into y minus 1 equals 30 into 50. അത് എക്സ് വൈയുടെ പ്രോഡക്റ്റ് അല്ലേ, എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ മൈനസ് ഇതെന്താണ്, എക്സ് ഇത് വൈ, മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1. ഇതാണ് നമ്മൾ എന്താണ് മറ്റൊരു ഐഡന്റിറ്റി. ഇതെല്ലാം ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യമാണ്, നല്ലോണം പഠിച്ചിരിക്കണം. കാര്യം പ്രോബ്ലംസ് ചെയ്യാൻ ഇതെല്ലാം ആവശ്യം വരും. അപ്പൊ എക്സ് മൈനസ് 1 into y minus 1 is equal to എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 എന്നാണ് കിട്ടുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് പ്ലസിന്റെ ആണ്. എക്സ് പ്ലസ് 1 into y plus 1 equals എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 എന്ന് കിട്ടി. ഇതുപോലെ നമ്മൾ ഹാഫിന്റെ ഒക്കെ പഠിച്ചായിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ നമ്മളിപ്പം ഞാൻ പറഞ്ഞു തരുന്നില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കാര്യം അതും കൂടി പറഞ്ഞു തരാം. അപ്പൊ ഈ ചോദ്യം നോക്കിക്കേ. പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ജസ്റ്റ് ആഫ്റ്റർ 2 numbers is 525 and product of number just before is 437. Find the numbers. Find the numbers. അപ്പൊ ഈ നമ്പേഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നോക്കിയാ. അപ്പൊ നമ്പേഴ്സ് നമുക്ക് നേരത്തെ എപ്പോഴും എടുക്കുന്നത് പോലെ എക്സും വൈ എന്നും എടുക്കാം. ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ. ഈ നമ്പറുകൾക്ക് മുന്നിലുള്ളതെന്ന് പറയുന്നത് ഈ രണ്ട് നമ്പറുകൾക്കും മുന്നിലുള്ള സംഖ്യകളെന്നാണ്, തൊട്ട് മുന്നിലുള്ള. അപ്പോഴ് ഒന്ന് ആഡ് ചെയ്താൽ മതി. അപ്പൊ എക്സ് പ്ലസ് 1 ആൻഡ് വൈ പ്ലസ് 1. ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 525. ഇക്വേഷൻ പ്രോഡക്റ്റ് ഓഫ് 2 numbers ജസ്റ്റ് ബിഫോർ, ഇതിന് മുന്നിലുള്ളത്, ഇത് പിന്നിലുള്ളത്, അടുത്ത മുന്നിലുള്ളത് വരുമ്പോ ഒന്ന് കുറയും. y minus 1 equals 437. ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇത് നമുക്കറിയാലോ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ്? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽസ് 525. ഒന്നും തന്നെ കൊടുക്കാം. രണ്ടാമത് എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈക്വൽ 437. ഈ 2 ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, കൂട്ടുകയാണെങ്കിൽ എന്താ കിട്ടുക? ഈ പ്ലസ് എക്സും മൈനസ് എക്സും പോവും, ഇതും കട്ട് ചെയ്ത് പോവും. അപ്പൊ നമുക്ക് എന്താ കിട്ടും? എക്സ് വൈ എക്സ് വൈ. അപ്പം 2xy എന്ന് കിട്ടും. എക്സ് വൈ 2xy എന്ന് കിട്ടും. അപ്പം നമ്മള് പ്ലസ് ആണ്, ആഡിങ് ആണ്. അപ്പം 2xy ഈക്വൽസ് ഇവിടെ എത്ര കിട്ടും? ഇവിടെ ഒരു 2 ഉണ്ട്. 1 + 1 2. 2xy + 2 ഈക്വൽസ് എത്ര കിട്ടും? 525 437 എത്ര കിട്ടും? 962. 962. 2xy + 2 ഈക്വൽസ് 960. ആ വാല്യൂ എടുത്ത് ഇങ്ങോട്ട് എഴുതി
ഇത് നോക്കിക്കേ, എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ്, അല്ലെങ്കിൽ ഈ 2 അപ്പുറത്തുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യാം. 2xy equals 962 minus 2 equals 960. അപ്പൊ ഇതിന് xy കിട്ടത്തില്ല. xy is equal to 2xy 960 ആണെങ്കിൽ ഒരു xy എത്ര? 960 divided by 2 എത്ര കിട്ടും? 480 കിട്ടും. അപ്പൊ xyയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 480 കിട്ടി. ഇനി നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ നമ്മള് സബ്ട്രാക്ട് ചെയ്യും. എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. അത് നമ്മൾ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. xy പ്ലസ് x പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽസ് എത്രയാണ്? 525. xy മൈനസ് x മൈനസ് y പ്ലസ് 1 ഈക്വൽസ് 437. സബ്ട്രാക്ട് ചെയ്യുന്നു കണ്ടേ. അപ്പോൾ ഇത് ഈ സബ്ട്രാക്ട് ചെയ്യാം. അപ്പം xy മൈനസ് xy കട്ടായി പോകും അല്ലേ? ഇവിടെ മൈനസ് മൈനസ് പ്ലസ്, അപ്പം എക്സും എക്സും 2x വരും. എല്ലാത്തിനെയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ മൈനസ് വൈ, ഇവിടെ മൈനസും മൈനസും പ്ലസ് വൈ, അപ്പൊ y പ്ലസ് വൈ 2y എന്ന് കിട്ടും. പ്ലസ് 1 മൈനസ് 1 അതങ്ങ് 0 ആയി പോകും. ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 525 മൈനസ് 437. ഇവിടെ 3 ആണ്. 437. അപ്പൊ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? അപ്പൊ നമുക്ക് എത്ര കിട്ടുന്ന സബ്ട്രാക്ട് ചെയ്യുമ്പോൾ? 88 എന്ന് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് x പ്ലസ് വൈ നമുക്ക് കിട്ടും. x plus y, 2 into x plus y is equal to 88. Therefore, x plus y is equal to 88 divided by 2 equals 44 എന്ന് കിട്ടും. അപ്പൊ x plus yയുടെ വാല്യൂ നമുക്ക് കിട്ടി 44 എന്ന് കിട്ടി. x plus y is equal to 44. പിന്നെ 8ാം ക്ലാസ് നിങ്ങൾ പഠിച്ച ഒരു ഐഡന്റിറ്റി ഉണ്ട്. എന്താണ്? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയറിന്റെ ഒരു ഐഡന്റിറ്റി നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചാണ്. എന്താണ്? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4xy. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy. ഇത് ഉപയോഗിച്ച് നമുക്ക് എക്സ് മൈനസ് വൈ കണ്ടെത്താം. ഈക്വൽസ് എക്സ് പ്ലസ് വൈ 44. 44 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് ഇവിടെ കിട്ടി 480 ഈക്വൽസ് 44ന്റെ സ്ക്വയർ എത്ര കിട്ടും? 44 സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്താലോ? 40, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കിടക്കട്ടെ. 44 സ്ക്വയർ തന്നെ കണ്ടുപിടിച്ച് എഴുതാം, അല്ലെങ്കിൽ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. എങ്ങനെ? ഇത് നമുക്ക് കുറച്ച് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് 44 4 ഇൻറ്റു 11 എഴുതാം ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ 4 ഇൻറ്റു 480 എങ്ങനെ എഴുതാം? 480 4 സ്ക്വയർ 4 ഇൻറ്റു 120 ഈസ് 4 ഇൻറ്റു 120 ഈസ് 480. ഇതിന് 4 ഇൻറ്റു 11 ഹോൾ സ്ക്വയർ 4 സ്ക്വയർ ഇൻറ്റു 11 സ്ക്വയർ മൈനസ് ഇവിടെ 4 ഇൻറ്റു 4 ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കുക. 4 4 16 ഇൻറ്റു 120 ഈക്വൽ 4 സ്ക്വയർ ഇൻറ്റു 11 സ്ക്വയർ മൈനസ് 16 നമുക്ക് എന്ത് എഴുതാം? 4 സ്ക്വയർ ഇൻറ്റു 120 എന്ന് എഴുതാം. 4 സ്ക്വയർ രണ്ടിടത്തും ഉണ്ട് അല്ലേ? 4 സ്ക്വയർ കോമൺ ഫാക്ടർ എടുക്കുക. 11 സ്ക്വയർ എത്ര? 121 മൈനസ് ഈ 120. അപ്പോൾ 4 സ്ക്വയർ ഇൻറ്റു 1 അതായത് 16 എന്ന് കിട്ടും. 4 സ്ക്വയർ ഈസ് 16. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പാടുള്ളവര് 44ന്റെ സ്ക്വയർ കാണുക, 4 ഇൻറ്റു 480 മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 16 ആണ് കിട്ടുന്നത്. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് സ്ക്വയർ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ 16 കിട്ടിയാൽ എക്സ് മൈനസ് വൈ എത്ര? therefore എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 16
equal 4. X minus y is equal to square root of 16 equals 4. അപ്പോൾ x plus y യുടെ വാല്യൂ ഉണ്ട്, x minus y യുടെ വാല്യൂ ഉണ്ട്. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x ഉം കിട്ടും y ഉം കിട്ടും. നമുക്ക് കിട്ടിയ രണ്ട് ഇക്വേഷന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആഡ് ചെയ്യാം. x plus x 2x ഇതങ്ങ് കട്ടായി പോവും. 48. x is equal to 48 by 2 20. അപ്പോൾ ഒരെണ്ണം 24 ആണെങ്കിൽ മറ്റേ എത്രയായിരിക്കും? x plus y is equal to 44. x 24 plus y is equal to 44. ഇതൊക്കെ അറിയാമല്ലോ ചെയ്യാൻ, നിങ്ങൾ പഠിച്ചാണല്ലോ. y is equal to 44 minus 24 equals 20. അപ്പൊ നമുക്ക് രണ്ടിന്റെയും വില കിട്ടി, എക്സും വൈയും കിട്ടി. നമ്പേഴ്സ് ഏതൊക്കെയാണ്? 24 and 20. അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 25ഉം 21ഉം. പിന്നിലുള്ള നമ്പർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 19ഉം 23. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, അത് നമുക്ക് ചെയ്യാം. Page 80, question number 1. The perimeter of a rectangle is 40 centimeter and its area is 70 centimeter square. Find the area of the rectangle with each side 3 centimeter shorter. മനസ്സിലായി കാണുമല്ലോ ചോദ്യം. റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്, സം ഓഫ് 4 sides. Rectangle perimeter equals 40 centimeter and area equals 70 centimeter square. അപ്പൊ ലെങ്തിൽ നിന്ന് ബ്രെഡ്ത്തിൽ നിന്ന് 3 സെന്റിമീറ്റർ വീതം കുറയുന്നെന്ന് പറഞ്ഞു. അപ്പം ലെങ്തിൽ നിന്ന് 3 കുറയുന്നു, ബ്രെഡ്ത്തിൽ നിന്നും 3 കുറയുന്നു. അപ്പൊ നമ്മുടെ റെക്ടാങ്കിൾ ഈ രൂപത്തിലായി. അപ്പൊ ആദ്യം റെക്ടാങ്കിളിന്റെ ലെങ്ത്, മൊത്തം ലെങ്ത് ഇട്ട് വരയ്ക്കണ്ട, മൊത്തം ലെങ്ത് എക്സ് എന്നും ഇത് വൈ എന്നും കൊടുക്കാം. അപ്പൊ നമുക്ക് രണ്ടാമത് 3 സെന്റിമീറ്റർ കുറഞ്ഞു കഴിഞ്ഞ് കിട്ടിയ റെക്ടാങ്കിള് ഞാൻ ഇപ്പുറത്തോട്ട് എടുത്ത് വരയ്ക്കാം. അപ്പൊ കുറഞ്ഞു കഴിഞ്ഞ് 3 സെന്റിമീറ്റർ കുറച്ചപ്പോൾ, ലെങ്തിലും ബ്രെഡ്ത്തിലും 3 സെന്റിമീറ്റർ കുറച്ചപ്പോൾ ലെങ്ത് എത്രയായി? എക്സ് മൈനസ് 3യും ബ്രെഡ്ത്ത് എത്രയായി? വൈ മൈനസ് 3. ആദ്യം ഇത്രയും നീളം എക്സ്, 3 കുറച്ചപ്പോൾ ഇവിടെ 3 കുറഞ്ഞപ്പോൾ എക്സ് മൈനസ് 3. ഈ ലെങ്ത് 3 ആണ്. അപ്പൊ 3 കുറഞ്ഞപ്പോൾ ഇത് എക്സ് മൈനസ് 3 ആയി, ഇത് വൈ മൈനസ് 3 ആയി. ഇനി നമുക്ക് തന്നിരിക്കുന്ന വിവരം അനുസരിച്ച് ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. ഞാൻ ചിത്രം ഇങ്ങോട്ട് എടുത്ത് വരച്ചിട്ടുണ്ട്. അപ്പം പെരിമീറ്റർ ഈക്വൽസ് 2 ലെങ്ത് ഇൻറ്റു ബ്രെഡ്. 2 ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ, ദാറ്റ് ഈസ് 40. അപ്പം ഒരു ലെങ്തും ബ്രെഡ്ത്തും എത്ര? എൽ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 40/2 ഈക്വൽസ് 20 സെന്റിമീറ്റർ. അപ്പൊ ലെങ്തും ബ്രെഡ്ത്തും കൂടി എത്ര? 20 സെന്റിമീറ്റർ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? 70. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 70. അപ്പൊ എൽ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 20യും എൽ ഇൻറ്റു ബി 70യുമാണ് നമുക്ക് കിട്ടിയത്. ഇത് നമുക്കിത് എക്സിലും വൈയിലും എഴുതാം. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 20. അപ്പൊ എക്സും വൈയിലും നമ്മൾ കൊടുത്തത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 20. ഇവിടെ നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എക്സ് വൈ ഈസ് ഈക്വൽ ടു 70. 2. ഇനി ഇതിന്റെ ഏരിയ കാണാൻ ചോദിച്ചിരിക്കുന്നത്. ഏരിയ ഈക്വൽസ്, അപ്പം ചെറുതായ ശേഷമുള്ള റെക്ടാങ്കിളിന്റെ ഏരിയ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏരിയ ഈക്വൽസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. എക്സ്പാൻഡ് ചെയ്യുമ്പം എക്സ് ഇൻറ്റു വൈ എക്സ് വൈ മൈനസ് 3 ഇൻറ്റു വൈ 3y മൈനസ് എക്സ് ഇൻറ്റു വൈ എക്സ് ഇൻറ്റു മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു വൈ മൈനസ് മൈനസ് പ്ലസ് 9. അപ്പൊ ഇതാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഈക്വൽസ് എക്സ് വൈ, ഇതിൽ നിന്ന് രണ്ടിന് -3 നമുക്കൊന്ന് എടുക്കാം. -3 എടുത്തു കഴിഞ്ഞാൽ അകത്ത് എന്ത് വരും? എക്സ് പ്ലസ് വൈ എന്ന് വരും. മൈനസ് പുറത്തെടുത്താകുമ്പോൾ ഇത് എത്ര വരും? ഇതെന്താ വരും? പോസിറ്റീവ് വരും. രണ്ട് നെഗറ്റീവിനെയും പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇത് പോസിറ്റീവ് ആവും.
പ്ലസ് 9. ഇനി നമുക്ക് എക്സ് വൈയുടെ വാല്യൂയും എക്സ് പ്ലസ് വൈയുടെ വാല്യൂയും നമുക്ക് അറിയാം അല്ലേ? എക്സ് വൈ എത്ര? 70 ഈക്വൽ 70 മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് വൈ എത്ര? 20 പ്ലസ് 9 ഈക്വൽസ് 70 മൈനസ് 3 ഇൻറ്റു 20 60 പ്ലസ് 9. 70 മൈനസ് 60 എത്ര വരും? 10. 10 പ്ലസ് 9 കുറച്ചുകൂടി അടുപ്പിച്ച് എഴുതാം. 70 മൈനസ് 60 പ്ലസ് 9 ഈക്വൽ 10 പ്ലസ് 9 19 എന്ന് കിട്ടും. അപ്പോൾ ചെറുതാക്കിയതിന് ശേഷമുള്ളതിന്റെ ഏരിയ എത്രയാണ്? 19 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചോദ്യം ചെയ്തു എക്സസൈസിലെ, പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുകയും ചെയ്തു. ഇനി 3 ക്വസ്റ്റ്യൻസ് ഈ എക്സസൈസിലുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെ പഠിക്കാം. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും ബൈ. ഓക്കെ.